ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് പരവമീൻ കിട്ടി കേട്ടോ. ചെറുതാണേ, എങ്കിലും നല്ല ടേസ്റ്റുള്ള മീനാണ്. ഇന്നലെ ഇവിടെ ഇത് കറി വെച്ചിരുന്നു. നല്ല മീനാണ് കേട്ടോ. അപ്പോൾ ഓരോ മീനിനും കറി വയ്ക്കാൻ ഓരോരോ സ്റ്റൈലുണ്ട്, അതനുസരിച്ചാണ് കറി വെക്കേണ്ടത്. അപ്പോൾ ഈ പരവമീൻ കറി വെക്കാനും അതിൻ്റേതായ ഒരു രീതിയുണ്ട്. ആ രീതിയിലാണ് ഇത് കറി വെച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് 2-3 ദിവസം അത് ചൂടാക്കി ഉപയോഗിക്കുകയും ചെയ്യാം. പെട്ടെന്ന് കേടാകത്തുമില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു. കറി തയ്യാറാക്കാനായിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വരുന്ന സമയം ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഉലുവയൊന്ന് പൊട്ടി വരണം. ഉലുവയൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്കൊരു 8 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്താണ് ഇട്ട് കൊടുത്തത്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു മണമൊക്കെ വരും. അതുപോലെ തന്നെ അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരും. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഒന്ന് വഴന്ന് വരട്ടെ. വഴന്ന് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഉള്ളിയാണ് കേട്ടോ. ഞാനിവിടെ ഒരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് സവോളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ ഒരു 30 എണ്ണം എടുക്കണം. 30 ചെറിയ ഉള്ളി ചേർക്കണം കേട്ടോ. ഇതിപ്പോൾ ഒരു വലിയ സവോളയാണ്. അതിൻ്റെ കൂടെ 2 പച്ചവെള്ളം കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയും മുളകും കറിവേപ്പിലയും എല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. ഇതിൻ്റെ ആ ഉള്ളിയുടെയൊക്കെ നിറമൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. ഇപ്പോൾ അത് ഉള്ളിയുടെ കളറൊക്കെ മാറി വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയും സാദാ ചില്ലിയും കൂടെ ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ. അധികം എരിവില്ല അതുകൊണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം എണ്ണയിൽ. എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളവും ചേർത്തത് കുറച്ച് നേരം ഒന്ന് വഴറ്റാം. വഴറ്റിയതിന് ശേഷം നമുക്ക് എത്രയാണോ ഇതിൻ്റെ വെള്ളം ആവശ്യമുള്ളത് ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി കുറുകിയിരിക്കത്തക്ക രീതിയിലുള്ള വെള്ളമേ ചേർത്തിട്ടുള്ളൂ. ഇതുവരെ നമ്മൾ ഉപ്പ് ഇതിൽ ചേർത്തിട്ടില്ല. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 കുടംപുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീനെല്ലാം ചേർത്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ച് ഈ അരപ്പിലേക്ക് ഇതൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 6-7 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കുറുകിയ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് പാലുണ്ട്. തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. സ്പൂൺ വെച്ച് ഇളക്കണ്ട. സ്പൂൺ വെച്ച് ഇളക്കിയാലും ചെറിയ മീനാണല്ലോ, സോഫ്റ്റാണ് ഈ മീൻ. അപ്പം പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചുറ്റിച്ച് കൊടുക്കാം. ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കാം. ഒരു ചെറിയ തിളയൊക്കെ വരണം. എന്താ കണ്ടോ, ചെറിയ കുമിളകൾ വരുന്നത്. ഇത്രയേ ഉള്ളൂ. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുത്ത് 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഈ കറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ
എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.